മെഡിസിൻ ഈക്വൽസ് ട്രാൻസ്ഫർ ഈക്വൽസ് ഇൻജസ്റ്റിസ്. മലങ്കര മാർത്തോമാ സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളുകളുടെ അധ്യാപകരുടെ സ്ഥലമാറ്റം തീരുമാനിക്കുന്നത് ആരാണ്? ഉത്തരം വളരെ സിമ്പിൾ. മരുന്നു വിൽപ്പനക്കാർ. അധ്യാപകരുടെ സ്ഥലം മാറ്റവും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നതിന് സ്കൂൾ ബോർഡ് ഉണ്ട് എന്നാണ് വെയ്പ്പ്. ഇതിൻ്റെ ചെയർമാൻ അഭിവന്യ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പയുമാണ്. സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റം തീരുമാനിക്കുന്നതിന് സ്കൂൾ ബോർഡ് കൂടുകയുണ്ടായി. അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിന് സഭാ കൗൺസിൽ തയ്യാറാക്കിയ നോംസ്, അതായത് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഇതു പാടെ തള്ളിക്കളഞ്ഞ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സയൻസ് അധ്യാപികയ്ക്ക് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നു. സഭാ കൗൺസിലിൻ്റെ സ്ഥലമാറ്റ മാനദണ്ഡ പ്രകാരം ഒരു സ്കൂളിൽ 3 വർഷം തികച്ചില്ല എങ്കിൽ പ്രസ്തുത സ്ഥലമാറ്റ അപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രസതന്ത്രം പഠിപ്പിക്കുന്ന അധ്യാപികയെ 10 മാസം പോലും തികയുന്നതിന് മുൻപ് അവിടെ നിന്നും 10 വർഷത്തിലധികം കാലം ജോലി ചെയ്തിരുന്ന പഴയ തട്ടകത്തിലേക്ക് തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നു സ്കൂൾ ബോർഡ്. തൻ്റെ വീടിനടുത്തേക്കു തന്നെ വീണ്ടും സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നു. മാർത്തോമാക്കാരായ അനേകം അധ്യാപകർ കീഴില്ലം, പെരുമ്പാവൂർ തുടങ്ങിയ സ്കൂളുകളിൽ ദീർഘവർഷങ്ങളായി ജോലി ചെയ്യുന്നു. അർഹതപ്പെട്ട സ്ഥലം മാറ്റം ഇവർക്കൊന്നും നൽകാതെയാണ് സ്വർഗീയ വിരുന്നുകാരിയായ ഈ അധ്യാപികയ്ക്ക് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. മുൻപും ഈ ശാസ്ത്ര അധ്യാപികയ്ക്ക് അല്പം അകലെയുള്ള മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറ്റം നൽകേണ്ടി വന്നിരുന്നു. കാരണം മറ്റൊന്നല്ല, തൻ്റെ കടമയും തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട കുട്ടികളെയും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം പറഞ്ഞ് അവധിയെടുത്തതിൻ്റെ പേരിൽ എന്നും എപ്പോഴും കസേരയിൽ ഇരുന്നു മാത്രം പഠിപ്പിക്കുന്നു എന്ന് വരുത്തുന്നു. സ്മാർട്ട് ക്ലാസ് ഇട്ടിട്ട് കസേരയിൽ ഇരിപ്പാണ് പണി. എന്നാൽ അപ്പോഴും 1 വർഷത്തിനുള്ളിൽ തൻ്റെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തി ഈ അധ്യാപിക. അപ്പോൾ സംശയം തോന്നുന്നില്ലേ? മാർത്തോമാക്കാരായ മറ്റ് അധ്യാപകർക്ക് ഒന്നും ഇതുവരെ ലഭിക്കാത്ത ഈ വഴിവിട്ട ആനുകൂല്യം സ്വർഗീയ വിരുന്നു സഭക്കാരിയായ ഈ അധ്യാപികയ്ക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്ന്? മരുന്നു വിൽപ്പനക്കാരുടെ കൂട്ടായ്മയുടെ സമ്മർദ്ദമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് യാഥാർത്ഥ്യം. ഔഷധങ്ങളുടെ നിയന്ത്രണവും മേൽനോട്ടവും നടത്താൻ അധികാരമുള്ള അധ്യാപികയുടെ ഭർത്താവിൻ്റെ സ്വാധീനം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ സൗഹൃദ വലയത്തിലുള്ള സഭാ കൗൺസിൽ അംഗങ്ങളുടെ സഹായത്തോടെ സ്കൂൾ ബോർഡ് അംഗങ്ങളെയും മെത്രാച്ചനെയും ഭീഷണിപ്പെടുത്തിയാണ് പാഠം പഠിപ്പിക്കാത്ത ഈ ശാസ്ത്രാധ്യാപികയ്ക്ക് എന്നും സ്ഥലം മാറ്റം തരപ്പെടുത്തിയെടുക്കുന്നത്. കുമ്പനാട് ഫെലോഷിപ്പ് തുടങ്ങിയ ആശുപത്രികളുടെ അംഗീകാരം പോലും നഷ്ടപ്പെടുത്തി കളയുമെന്നും മറ്റുമുള്ള ഭീഷണികളുടെ മുമ്പിൽ ഭയപ്പെട്ടാണ് സ്കൂൾ ബോർഡ് ഈ വഴിവിട്ട സ്ഥലം മാറ്റങ്ങളൊക്കെ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം മാറ്റത്തെപ്പറ്റി ചോദിച്ചവരോട് പറയുന്നത് മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ് എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ അധ്യാപികയ്ക്കു മാത്രമേ മ്യൂച്വൽ ട്രാൻസ്ഫർ നൽകാൻ പറ്റുമോ? മറ്റനേകർക്ക് എന്തുകൊണ്ട് ഈ ആനുകൂല്യം നൽകുന്നില്ല? സ്വന്തം വീട്ടിൽ നിന്നും 150-200 കിലോമീറ്റർ അകലെ ജോലി ചെയ്യുന്ന മർത്തോമാക്കാരായ അധ്യാപകർ തങ്ങളുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് സ്കൂൾ ബോർഡ് മുമ്പാകെ അപേക്ഷ നൽകിയാൽ പറയുന്ന മറുപടി 3 വർഷം തികയട്ടെ എന്നിട്ട് പരിഗണിക്കാം എന്നാണ്. അപ്പോൾ പരിഗണിക്കും. അപ്പോൾ ഈ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ആരെ പേടിച്ചാണ് ഈ മ്യൂച്വൽ ട്രാൻസ്ഫറിൻ്റെ പേരിൽ വഴിവിട്ട ഈ ട്രാൻസ്ഫർ നൽകിയിരിക്കുന്നതെന്ന സംശയം ആർക്കും തോന്നുക സ്വാഭാവികമാണ്. ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് നീതി നൽകാതെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന പഴം വിഴുങ്ങിയിരിക്കുവാൻ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്.
നീതി നിഷേധിക്കപ്പെട്ട അധ്യാപകർ നീതിന്യായ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നും കേൾക്കുന്നു. സ്കൂൾ ബോർഡ് ചെയർമാനായ മെത്രാൻ എല്ലാം നീതിയോടെ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോഴും അർഹതയില്ലാത്ത ഒരധ്യാപികയ്ക്ക് നൽകുന്ന ഈ അർഹതയില്ലാത്ത ആനുകൂല്യത്തിനെ എന്തു പേരിട്ടു വിളിക്കണം എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഉത്തരം പറയുവാൻ ചെയർമാൻ മെത്രാൻ ബാധ്യസ്ഥനാണ് താനും. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ, എല്ലാ മാനദണ്ഡപ്രകാരം മാത്രമേ പറ്റുകയുള്ളൂ എന്ന് എന്തുകൊണ്ട് തീമത്തിയോസ് മെത്രാച്ചനും സ്കൂൾ ബോർഡ് അംഗങ്ങളും പറയുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. സഭാ കൗൺസിൽ തയ്യാറാക്കിയ സ്ഥലം മാറ്റ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുവാനും 3 വർഷം തികയാത്ത ആർക്കും എന്തുതന്നെ ഭീഷണിയുണ്ടായാലും സ്ഥലം മാറ്റം നൽകാതിരിക്കാനുള്ള ആർജവത്വം കാണിക്കണമെന്നുമാണ് അധ്യാപക സമൂഹം ആവശ്യപ്പെടുന്നത്. അർത്ഥതയോടെ കടമ നിറവേറ്റുന്ന അധ്യാപകരെ പാടെ അവഗണിച്ച് കടമകൾ നിർവഹിക്കാത്തവർക്ക് അനർഹമായ ആനുകൂല്യം നൽകുന്ന നടപടി അവസാനിപ്പിക്കുവാൻ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നട്ടെല്ല് വാഴപ്പിണ്ടി അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കൂ. മറ്റൊന്നും പറയാനില്ല.